ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് പുതിന ഇലയും പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ഇനി ഒരു സവാള ഒന്ന് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കിഡിലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കൈപ്പിടിയോളം മല്ലിയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുതിനയില മല്ലിയിലേക്കാളും കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ഒന്ന് അത്യാവശ്യം കനത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ചെറിയ കനം കുറച്ചൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 അല്ലിയോളം വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി അല്ലി അത്യാവശ്യം വലുതായതുകൊണ്ടാണ് ഞാൻ 3 ചേർത്ത്. ചെറുതാണെങ്കിൽ ഒരു 5 6 ചേർക്കാം കേട്ടോ. ഇനി കുറച്ചധികം കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പാകത്തിന് ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഒന്ന് അരച്ചെടുത്തത്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുട്ടയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മുട്ട എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ മുട്ട ചേർക്കുന്നത് അതിനനുസരിച്ച് മുട്ട വെക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കറിയിലോട്ട് 3 മുട്ട എടുക്കുന്നുള്ളൂ. ബാക്കി 3 മുട്ട എനിക്ക് വേറെ റെസിപ്പി ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുമിച്ച് അങ്ങ് പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ പ്രോസസ്സ് കുക്കറിൽ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ വേറൊരു പാത്രത്തിൽ ഒന്ന് മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പത്തേക്ക് മാറ്റി ഒരു 10 മിനിറ്റ് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും മുട്ടയൊക്കെ ഒന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. മുട്ടയൊന്ന് റെഡിയായതിനു ശേഷം മാത്രം ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ മുട്ട റെഡിയാക്കി എടുത്തതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ അതിൻ്റെ പുറത്തെ ആ തോടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഈ ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂണൊക്കെ മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. നമുക്ക് ഈ മുട്ടയൊക്കെ ചെറുതായിട്ടൊന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ എത്രയാണോ മുട്ട ആവശ്യം അതിനനുസരിച്ച് ഇതിലേക്ക് അങ്ങോട്ട് മുട്ട ഇട്ട് കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മുട്ട ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് എല്ലാ ഭാഗവും ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. ഈ മുട്ട ഉണ്ടല്ലോ നമ്മൾ കറി വെക്കാതെ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മുട്ട ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദാണ്ട മുട്ടയൊക്കെ എല്ലാ ഭാഗവും ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. എല്ലാ ഭാഗവും ഇതുപോലെ ഇളക്കിയിട്ട് കൊടുത്താൽ മതി, അങ്ങ് റെഡിയായി കിട്ടും. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ദാണ്ട ഞാൻ 3 മുട്ടയൊന്ന് മാറ്റിയിട്ടുണ്ട്. വീണ്ടും അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബട്ടറിന് പകരം നിങ്ങൾക്കിത് ഓയിലിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടർ ഉള്ളത് കൊണ്ടങ്ങ് ചേർത്തുന്നേ ഉള്ളൂ. അപ്പം അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റായി വരട്ടെ. ഇതുപോലെ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒന്നും അങ്ങോട്ട് വഴറ്റി ചേർക്കുന്നില്ല. എല്ലാം എളുപ്പ പണികളാണ് കേട്ടോ. സവാള വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അതാണ്ട ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുത്തിട്ട് നമ്മളിതൊന്നും വഴറ്റിയല്ല അരച്ചെടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ പച്ചമണം ഉണ്ടാവും. അതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെയും ഒരു 1.5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ അതാണ്ട് ഞാനൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇത് അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിക്കുമ്പോഴേക്കും പച്ചമണമൊക്കെ മാറാനുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കോളും. അപ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പിലും താഴെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത്രയും വെള്ളം മതിയാവും. ബാക്കി വെള്ളം നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം.
ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോഴേ ഇത് അതിൻ്റെ ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടാവും. കണ്ടോ ഇതുപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതാണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം ബാക്കി പ്രൊസീജിയറൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാൻ ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. സാധാരണ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണേ. അതുവരെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള നല്ല കട്ടിയുള്ള പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് കേട്ടോ. അതൊരു 1/4 കപ്പോളം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ പുളിയുള്ള തൈര് ഒരിക്കലും ഈ കറിക്ക് യൂസ് ചെയ്യരുത് കേട്ടോ. പുളി ഇല്ലാത്ത തൈര് വേണം ഇതിനെടുക്കാനായിട്ട്. ചേർത്തിട്ട് നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ ഞാൻ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. കുറച്ച് ഗ്രേവി കുറച്ചേ ഉണ്ടാവുള്ളൂ ഇതിന്. അപ്പം ബാക്കി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയും വെള്ളമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടി ഗ്രേവി എടുക്കണമെങ്കിൽ വേണമെങ്കിൽ ഒരു അല്പം വെള്ളം കൂടെ ചേർക്കാം. പക്ഷേ എപ്പോഴും ഇത് കുറുകിയിരിക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ ആവശ്യത്തിന് ഉപ്പ് വേണ്ടത് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കണേ. നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഇനി നല്ല പോലെ ഇതൊന്ന് തിളച്ച് വരണം. അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്നത് നമ്മുടെ മുട്ട ഓരോന്നും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മുട്ടയും ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ദാണ്ട് ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ദാണ്ട് ആ എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. മുട്ടയൊക്കെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും ആ മസാലയൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുത്തായിരുന്നു ഞാൻ. ഇനി ഫൈനലി നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഫ്രഷ് ക്രീം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കറി കഴിക്കാൻ. പിന്നെ കുറച്ചും കൂടെ ഒരു റിച്ച് ഫ്ലേവർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കുഞ്ഞി തിള എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ അതാണ്ട് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര മതിയാവും, ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കൊന്നും ചെയ്യരുത്. ഇപ്പോഴേ ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു മുട്ടക്കറിയാണ്. നമുക്ക് നോമ്പിനൊക്കെ എന്നും ചിക്കനും ബീഫും ഒക്കെ കഴിച്ച് മടുത്തവർക്ക് നോമ്പിൻ്റെ കൂടെ കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊരു മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും മുട്ടക്കറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.